തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച യു.ഡി.എഫ് സർക്കാർ നടപടിക്കെതിരെ എൽ.ഡി.എഫ് കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി.പി.എം ജില്ലാ കമ്മിറ്റി അംഗം പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച യു.ഡി.എഫ് സർക്കാർ നടപടിക്കെതിരെ എൽ.ഡി.എഫ് കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. യു.ഡി.എഫ് സർക്കാരിന് വേണ്ടി വി.ഡി. സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബഡ്ജറ്റിൽ 8,655 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. എൽ.ഡി.എഫ് സർക്കാരിന്റെ ബഡ്ജറ്റിൽ നിന്നും 1,233 കോടി രൂപയുടെ കുറവാണ് വരുത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ 741 കോടി രൂപ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്ക് മാത്രം നഷ്ടമായിട്ടുണ്ട്. സി.പി.എം ജില്ലാ കമ്മിറ്റി അംഗം പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. 10,189 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സഖാവ് ബാലഗോപാൽ അവതരിപ്പിച്ച ഫെബ്രുവരി മാസത്തിലെ ബഡ്ജറ്റിൽ പണം മാറ്റിവെച്ചു. ആ പദ്ധതി വി.ഡി. സതീശൻ ഇന്നിപ്പോ കേട്ടുകേഴ്വി പോലുമില്ലാതെ എല്ലാ പ്രധാന വകുപ്പും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അത് ഏതാണ്ട് 1,600 കോടി രൂപയുടെ വെട്ടി ചുരുക്കിക്കൊണ്ട് അവതരിപ്പിച്ചു. അതുവഴി വരുന്ന പ്രത്യാഘാതം ഏകദേശം 1,600 കോടി രൂപ 10,189 കോടിയിൽ നിന്ന് താഴോട്ട് കുറയ്ക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ച പദ്ധതികളെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. ഇപ്പോഴത്തെ സഖാവ് രാമേന്ദ്രൻ സഖാവ് പറഞ്ഞതുപോലെ അതിന്റെ ഒന്നാം ഗഡു പോലും കൃത്യമായി കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു ഭരണകൂടമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരികൾ മാറിയിരിക്കുന്നു. എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നയിക്കുന്ന ധനവകുപ്പ് ഒബ്ജക്ഷൻ എഴുതുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റ്, മെയിൻ്റനൻസ് ഗ്രാന്റ് തുക യഥാസമയം അനുവദിക്കുന്നില്ല. സി.പി.ഐ കായംകുളം മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം പി ഗോപികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എം രാമചന്ദ്രൻ, സി അജികുമാർ, എ അജിത്ത്, സജീവ് പുല്ലുകുളങ്ങര, എം അഭിലാഷ്, ഡി അംബുജാക്ഷി, ബി ബിജു എന്നിവർ സംസാരിച്ചു. എൽ.ഡി.എഫ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. സി.ഡി നെറ്റ് ന്യൂസ് കായംകുളം.